അപ്പൊ നമുക്ക് ഇവിടെ നിന്നാണ് ഇനിയുള്ള യാത്ര. നമുക്കൊരു ഓട്ടോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിയിൽ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. അപ്പൊ പിന്നെ ഞങ്ങള് വണ്ടിയിൽ നിന്നൊക്കെ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പേരും നമ്പരും ഫോൺ നമ്പരും കൊടുക്കണം. ഇനി ഒരു മഴ ടൈമിൽ ഞാൻ ഇവിടത്തെ ഒരു വിഷയമല്ലേ. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ പിന്നെ ഞാൻ ഇന്ന് എന്റെ നാടായ അമ്പൂരി തന്നെയാണ് നിൽക്കുന്നത്. ഇന്ന് ശിവരാത്രി ദിനമാണ്. അപ്പൊ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 7 മണി ടൈം ആയപ്പോഴും ഞാൻ ഇവിടെ നിൽക്കുകയാണ് കേട്ടോ, ശിവക്ഷേത്രം. അതിന് മുമ്പ് ഇവിടെ ഊട്ടുപുര പാചകപ്പുര ഇവരോട് നമുക്ക് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട് ക്ഷേത്രത്തിലോട്ട് അന്നദാനം മഹാദാനം. അപ്പം അന്നത്തിനാണ് ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ നിന്നാണ് ഇനിയുള്ള യാത്ര. എന്താണ് രാവിലത്തെ പ്രഭാത ഭക്ഷണം? പറഞ്ഞോ, രാവിലെ എന്തൊക്കെ ഭക്ഷണം? രാവിലെ ഇഡ്ഡലി, സാമ്പാർ, എത്ര മണിക്ക് കൊടുക്കും? 7 മണിയോട് 7 മണിയോടുകൂടെ അല്ലേ? അപ്പൊ മുകളിൽ പോയവർക്കും അവിടെ ഫുഡുണ്ടോ? അവിടെ നല്ല ഫുഡുണ്ട്. അവിടെ മുകളിൽ ഫുഡുണ്ട് അല്ലേ? അത് അവിടെ കാണാം. ഇപ്പൊ നമുക്ക് ഈ സ്ഥലത്തിന് ഇപ്പൊ അമ്പൂരി എന്നറിയാം. ഈ സ്ഥലത്തിന് എന്താ പ്രോപ്പർ ആയിട്ട് പറയുന്നത്? ഈ ക്ഷേത്രം അമ്പൂരി ശ്രീ മഹാദേവ ക്ഷേത്രം കാന്താരിവിളയാണ്. കാന്താരിവിള അല്ലേ? അമ്പൂരി ശ്രീ മഹാദേവ ക്ഷേത്രം കാന്താരിവിള. അതെ അതെ. അപ്പൊ താങ്ക് യു പോട്ടോ. ഞങ്ങൾ ഇന്നൊരു മല കയറ്റമാണ്. എന്നെ കൊണ്ട് പറ്റുമോ കയറാൻ? തീർച്ചയായിട്ടും അനുഗ്രഹിക്കുന്നു. ശരി പോട്ടോ മാമ. ശരി എന്നാ. ഹെഡിന് നിങ്ങളാണ് ഇതിന്റെ ഈ പാചക ഊട്ടുപുരയുടെ മുതലാളി എന്നാണ് ദേ നിൽക്കുന്ന ചേട്ടൻ പറയുന്നത്. അങ്ങോട്ട് ക്യാമറ നോക്കി പറ. ഭഗവാൻ തുല്യക്കാരാണ്. അത് സത്യമായിട്ടുള്ള മുതലാളി ആരുമില്ല. രാഷ്ട്രീയോ ജാതിയോ മതമോ ഒന്നുമില്ല. ഭഗവാന്റെ മുമ്പിൽ എല്ലാവരും തുല്യക്കാര് മാത്രം. അപ്പൊ ഞങ്ങളൊന്ന് ക്ഷേത്രത്തിലോട്ട് ശരി പോട്ടെ. ഇതാണ് ക്ഷേത്രം കേട്ടോ. പ്രാർത്ഥിച്ചോളൂ പ്രിയ സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചോളൂ. പ്രാർത്ഥന വലിയൊരു ഇത് തന്നെയാണ് അല്ലേ? അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോവുകയാണ്. അപ്പം ഞാൻ ക്ഷേത്രത്തിൻ്റെ പുറത്തൊന്ന് മീൻസ് ഞാൻ ഉള്ളിലോട്ട് എടുക്കാൻ പറ്റില്ല. നമ്മളത് അവിടെ ഒരു സൈഡിൽ നിന്നും കൊണ്ട് ഈ ക്ഷേത്രം ഇങ്ങനെയാണ് കേട്ടോ. ഓം നമ ശിവായ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാന്താരി വിളയാണ്, നമ്മുടെ അമ്പൂരിയാണ്, നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ. ഇന്ന് ശിവരാത്രി ദിവസമായതുകൊണ്ട് ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാരും പുറം നാട്ടുകാരും ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ വിഷ്വൽ ഇതാണ്. നമ്മൾ ഇനി പോകുന്നത് ഒരു മല കയറ്റമാണ് കേട്ടോ. ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ ഒരു മല കയറ്റമാണ്. അവിടെയാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ വീണ്ടും ക്ഷണിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ടൈം പോകുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാം കേട്ടോ. കൂടെ വന്നോളൂ. അങ്ങനെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ആ ക്ഷേത്രത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, സോറി കേട്ടോ. ക്ഷേത്രം ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പം ഞാൻ ഇറങ്ങി വന്ന വേറൊരു അങ്കിളിനോട് ചോദിച്ചപ്പോൾ ക്ഷേത്രം വേറെ, ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലവും വേറെയാണ് കേട്ടോ. അതായത് അതും ഇതും തമ്മിൽ ഒരു ബന്ധമില്ല. ഇത് പന്തപ്ലാമൂടാണ്. ഈ പാലം കണ്ടു, ഒരു ചെറിയൊരു പാലമാണ്. നമുക്കൊരു ഓട്ടോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിയിൽ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. ഞാൻ ഒരു ബൈക്ക് വരുന്നുണ്ട്, ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. മാറണോ? വേറെ വണ്ടി വരുന്നുണ്ടോ? അവിടെ നിന്നൊരു വണ്ടി വരുന്നത് കൊണ്ട് ഇവർക്ക് ഇവിടെ ഉള്ളവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അത്രയും ചെറിയൊരു പാലമാണ് അല്ലേ? കണ്ടോ? കണ്ടോ? അപ്പൊ ഇതാണ് ഈ കുഞ്ഞു പാലം. എത്രയോ നീളമുണ്ട് കേട്ടോ. നല്ല നീളമുള്ള ഒരു കുഞ്ഞു പാലമാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല പ്രകൃതി ഭംഗിയും പാലത്തിനടിയിലൂടെ ഒഴുകുന്ന വെള്ളവും ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ. പറയാണ്ടിരിക്കാൻ വയ്യ. വീണ്ടും ഞാൻ ജില്ല പറഞ്ഞു ഓൾറെഡി, എന്നാലും പറഞ്ഞു പോകുകയാണ്. ഞങ്ങളുടെ സ്വന്തം നാടായ തിരുവനന്തപുരം തന്നെയാണ് കേട്ടോ. അപ്പം നല്ല രസമുണ്ട്. പ്രകൃതി ഭംഗിയൊക്കെ കണ്ടോ, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എന്തായാലും വണ്ടിയിൽ നിന്നൊക്കെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ വാഹനങ്ങളൊന്ന് കാണിച്ചു കൊടുത്ത് ഇവിടെ എത്രമാത്രം ആൾക്കാരുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ആൾക്കാരിവിടെ ഉണ്ട്. അപ്പോൾ അതാ ഇവരെല്ലാവരും അങ്ങോട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പം ഞാനും ഈ ആർച്ചിൽ നിന്നാണ് തുടങ്ങേണ്ടത്. കുട്ടികൾ വരെ ഉണ്ട് കേട്ടോ. അതെ, കുട്ടികളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങോട്ടൊന്ന് തിരിച്ചു കാണിച്ച്. മല കയറാൻ തന്നെയാണ്. മുമ്പ് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. സ്ഥിരം വരുന്നതാണ്. ഓക്കെ. അപ്പോൾ അവർ സ്ഥിരം വരുന്നതാണ്. ഞാനാണ് ഫസ്റ്റ് ടൈം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് വഴിയാണ്. ബോർഡ് കാണിച്ചെടുത്ത്
കന്നിത്തൂൺ മൂട് കാലഭൈരവ ദേവസ്ഥാനത്തിലേക്ക് തീർത്ഥാടകർക്ക് സ്വാഗതം എന്നൊരു ആർച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വഴിയാണ് നമുക്കിനി അങ്ങോട്ട് പോകേണ്ടത് കേട്ടോ. ഞാനിതാ പോകാനാണ്, കൂടെ വന്നോളൂ. അപ്പം ഇവിടെ നിന്ന് നമുക്ക് പാസ് എടുക്കണം, പൈസയൊന്നും കൊടുക്കണ്ട. നമ്മുടെ നമ്പർ അല്ലേ ചേട്ടാ, എന്തൊക്കെ എടുക്കണം? നമ്പർ, പേരും നമ്പരും ഫോൺ നമ്പരും കൊടുക്കണം. നമ്മൾ കണക്കാക്കരുത്, ക്ഷേത്രത്തിൻ്റെതാണ് അല്ലേ? ഇതൊരു ട്രക്കിംഗ് സ്പോട്ടായിട്ട് ആരും കണക്കാക്കരുത്. ഒരു ശിവക്ഷേത്രമാണ്. കാലഭൈരവനാണ് ഇവിടുത്തെ മൂർത്തി. പിന്നെ നമ്മളിപ്പോ നമ്മളുടെ ഒരു 3-4 മാസത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഈ ഒരു ഉത്സവം എന്ന് പറയുന്നത്. വരുന്ന ഇൻഫ്ലുവൻസർ എല്ലാവരും ട്രക്കിംഗ് ആണെന്ന് പറയുന്നതിന്റെ ഒരു പരിണിത ഫലം നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അടുത്ത വർഷം മുതൽ ഉത്സവം നടക്കത്തില്ല എന്നാണ് ഫോറസ്റ്റുകാരൊക്കെ പറയുന്നത്. നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ല, പക്ഷെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹമുണ്ട്. അതിനായി നിങ്ങൾ ദയവ് ചെയ്ത് ഒരിക്കലും നിങ്ങളുടെ വീഡിയോയിൽ ഒരു ട്രക്കിംഗ് ആണെന്നോ അല്ലാതെ ഒന്നും പറയുന്നത് തീർത്ഥാടന കേന്ദ്രമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ തന്നെയായിരിക്കണം. നിങ്ങൾ ഈ മല കയറുന്ന ആൾക്കാരുടെ മനസ്സിലും ഇത് ശിവക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് എന്ന് മാത്രമേ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടുള്ളൂ. ഒരിക്കലും ഇതൊരു ട്രക്കിംഗ് ആക്കി മാറ്റരുത്. ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും നമുക്ക് വേണ്ടി സഹകരിക്കണം. നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങളുടെ ഉത്സവത്തിന്റെയും ഞങ്ങളുടെ ജീവിതത്തിന്റെയും വിജയം എന്ന് പറയുന്നത്. ദയവായി സഹകരിക്കണം. നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്നിട്ടുള്ള മറ്റ് പ്ലാസ്റ്റിക് വസ്തുക്കളായിക്കോട്ടെ, വാട്ടർ ബോട്ടിലായിക്കോട്ടെ, എല്ലാം ഞങ്ങൾ ഓരോ സ്ഥലത്ത് ഓരോ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ മാത്രമേ നിക്ഷേപിക്കുവാൻ പാടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആഹാരങ്ങളെല്ലാം ഞങ്ങൾ മുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അതെല്ലാം കഴിച്ച് സാവധാനത്തിൽ മാത്രം മല ഇറങ്ങിയാൽ മതി. മല കയറുന്നതും സാവധാനത്തിൽ മതി. വേനൽക്കാലമാണ്. പല സ്ഥലത്തും ഞങ്ങൾ കുടിവെള്ളം സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഉപയോഗിക്കുക. ഇതിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ സ്ഥലം, ഈ മൂന്നും ഇതിൽ എഴുതിയിരിക്കണം. മസ്റ്റാണ്. ഓരോരുത്തർക്കും ഓരോ പാസ്സാണ് ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ തീർത്ഥാടകരുടെ എണ്ണം എന്നുള്ള നിങ്ങൾ പൂരിപ്പിക്കണ്ട കേട്ടോ. അവരവരുടെ പാസ് എടുത്തവരാണെങ്കിൽ പാസ് എടുത്തിട്ട് പോകണം, എടുക്കാത്തവരാണെങ്കിൽ എടുത്തിട്ട് പോകണം. അപ്പൊ പിന്നെ എന്റെ പ്രിയ സുഹൃത്തുക്കളെ, പറഞ്ഞതൊക്കെ കേട്ടല്ലോ. ഇത് ഒരു ട്രെക്കിംഗ് ഏരിയയിലെ ഇത് ഒരു പുണ്യ സ്ഥലവും കൂടെയാണ് കേട്ടോ. ഒന്നാമത് ഇന്ന് ശിവരാത്രി ദിനം ആയതുകൊണ്ട് അതിനോടനുബന്ധിച്ച് ഒരു പുണ്യ സ്ഥലം എന്ന് ഓൾറെഡി അവർ പറഞ്ഞു കഴിഞ്ഞു. പേനയാണോ? അപ്പൊ നമുക്കിത് ഫോറസ്റ്റുകാർക്ക് ഏൽപ്പിക്കാനുള്ള തുണ്ടാണ്. നമ്മളിൽ എത്ര പേരാണ് അതിനകത്ത് പോയിട്ടുള്ളത് എന്നറിയാൻ കഴിയും കേട്ടോ. കാടാണ്, ഇച്ചിരി ഡേഞ്ചർ ആണ് അല്ലേ ചേട്ടാ? അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സിസ്റ്റം വെച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇവിടെ നിന്ന് അത് ഞാൻ സംസാരിക്കുന്നില്ല, നമുക്ക് ഈ വഴി അങ്ങോട്ട് പോവാം. ഫോറസ്റ്റ് വനവകുപ്പൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ 2 പാസ് എടുത്തിട്ടുണ്ട്. അങ്ങോട്ട് നേരത്തെ വന്നിട്ടുണ്ടല്ലോ അവിടെ നിങ്ങൾ? ഉള്ളിലോട്ട് വീടൊക്കെ ഉണ്ടോ? ഇല്ലല്ലേ, കുറച്ച് ദൂരം വരെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളെ വീണ്ടും വീണ്ടും ക്ഷണിക്കുകയാണ്. ഇതിനു മുമ്പ് ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ്, വീണ്ടും പറഞ്ഞു പോവുകയാണ്. ഏത് വഴി പോകുന്നൊന്നും എനിക്കറിയില്ല. ഇതുവഴി ഇവരെ ബാക്കിൽ നിന്ന് വെച്ച് പിടിക്കാം. നിങ്ങളും ഫസ്റ്റ് ടൈമാണല്ലേ? ഫ്രണ്ടിൽ നിന്ന് പോണവരും ഫസ്റ്റ് ടൈമാണ്. അപ്പം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോ എടുത്തെടുത്ത് പോകുമ്പോൾ ഈ പോയവരൊക്കെ ഇങ്ങനെ ഇറങ്ങി വരാറാവും കേട്ടോ. അത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ചാക്കപ്പാറയുടെ ഒരു ചെറിയൊരു ബ്രിഡ്ജാണ്, ഒരു പാലമാണ്. ഇതേ നല്ലൊരു ആറാണ് കേട്ടോ. ഇപ്പോൾ എന്തായാലും ഈ മഴ അല്ലാത്തത് കൊണ്ട് വെള്ളമൊക്കെ വരണ്ട്, വെള്ളം ഇല്ലാത്തത് കൊണ്ട് പാറയൊക്കെ അങ്ങനെ വരണ്ട് കിടക്കുകയാണ്. അപ്പം ഇത് വഴിയാണ് നമുക്ക് പോകേണ്ടത്. വീണ്ടും ഞാൻ പറഞ്ഞു പോകുകയാണ്, ട്രെക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞ് അങ്ങനെ പോകരുത്. ഒരു ശിവക്ഷേത്രമാണ്. അപ്പം കാലഭൈരവ ശിവക്ഷേത്രം എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെ മുന്നോട്ട് നടന്നിരിക്കണം. വീണ്ടും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ വ്ളോഗിലൂടെ എല്ലാവരെയും ഈ കാഴ്ച കാണാനായിട്ട് ക്ഷണിക്കുകയാണ്. കൂടെ വന്നത് കേട്ടോ. ബാക്കിന്നൊക്കെ നല്ല കോമഡി പറഞ്ഞ ആൾക്കാർ വരുന്നുണ്ട്. എന്തായാലും ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ, തളർന്നിട്ടുണ്ട്. അത്രമാത്രം തളർന്നിട്ടുണ്ടോ? തളർച്ചയില്ല. കലക്കി കുടിച്ചോ? അയ്യോ, അതെയോ? അതുകൊണ്ട് അവർക്കൊരു തളർച്ചയില്ല. അമ്മേ
സെറ്റായി. നേരത്തെ വന്നിട്ടുണ്ട്, ഫസ്റ്റ് ടൈം അല്ലേ? ഫസ്റ്റ് ടൈം. ഇവരൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്. 6-7 വർഷം കൊണ്ട് വരുന്നതാണ് കേട്ടോ. ഇപ്രാവശ്യം കുഞ്ഞിനെയും കൂടെ കൊണ്ടുവന്നല്ലേ, കൂടെ കൂട്ടി. വരുത് ആരതായാലും കുഞ്ഞിനെ കൂടെ കൂട്ടി അല്ലേ? അതെ അതെ, ഞാൻ ബ്ലോഗറാണ്. അതെയോ? അപ്പം 2 ബ്ലോഗറുകൾ തമ്മിൽ ആണോ കണ്ടുമുട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നടന്നു നീങ്ങാം അല്ലേ? അമ്മയ്ക്ക് ഇരിക്കാൻ സീറ്റ് ഇതാ ഇവിടെ ഓക്കെ ആക്കി. കഴിച്ച വെള്ളം കേൾക്കുന്നു. കൊണ്ടാ വെള്ളം അങ്ങനെ വെള്ളം കുടിപ്പിച്ചില്ല. പെറോട്ട തരണം പോരാ. പിന്നെ മാറ്റിയെടുക്ക്. എടാ ആ ചെമ്പട അങ്ങ് കൊടുത്താ എടുക്കും. യൂട്യൂബിൽ നമ്മൾ തന്നെ വീണ്ടും കാണും. അവിടെ കഞ്ഞിയൊക്കെ റെഡി ആയാ? കഞ്ഞിയായി കഞ്ഞി കുടിക്കാനാണ്. വലിയ കമ്പ് വെച്ചേക്കണം. നോക്കിയാണ് ഇല്ല, കുറച്ച് അരിയുമായിട്ടേ വെള്ളം ഒഴിച്ചാൽ മതി. അതെ, കഞ്ഞിയാവും. അങ്ങനത്തെ കഞ്ഞിയായിട്ടുള്ളൂ. സംഭവം എന്താണ്? പകുതി മതി, ഒരു പീസ് മതി. ബ്രെഡ് അല്പം ആശ്വാസത്തിന് വേണ്ടി കിട്ടിയിട്ടുണ്ട്. തെണ്ടി വാങ്ങിച്ചതൊന്നുമല്ല, സന്തോഷത്തോട് തന്നതാണ് ചേട്ടാ. സന്തോഷത്തോടെ തന്നെ തന്നെ. പിന്നെ അപ്പൊ എന്തായാലും വെള്ളം ഇവിടെ ഒരിടത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം കിട്ടിയിട്ടുണ്ട്. 9 ഔഷധങ്ങൾ അല്ലേ? ആണോ? അതവിടെ പറയുന്ന ആണോന്നല്ല ആന്ന്. അപ്പോൾ 9 ഔഷധ മരുന്നുകൾ ചേർത്താണ് ഈ വെള്ളം തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്കിത് കുടിച്ചു കഴിഞ്ഞാൽ ഒരു ക്ഷീണവും വരത്തില്ല കേട്ടോ. ഓൾറെഡി ഞാൻ ഇന്നലെ 6 മണിക്ക് ഫുഡ് കഴിച്ചതാ. മണി 10 ആകാറായിട്ടുണ്ട് രാവിലെ. ഇതുവരെ കഴിച്ചിട്ടില്ല. ഒരു തുള്ളി വെള്ളവും കുടിക്കാതെ കയറുന്നത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഛർദ്ദിക്കാൻ വരുന്നത്. പക്ഷെ ഇത് കുടിച്ചപ്പോൾ കുഴപ്പമില്ല കേട്ടോ. എനിക്ക് വെള്ളത്തിന് നല്ല ടേസ്റ്റ് ഇല്ലേ? സൂപ്പർ അല്ലേ? റിലാക്സിംഗ് ആണ്. അതെ. ഇതില് ഞരനീട്ടിയുണ്ട്, കൽപ്പാലയുണ്ട്. കൽപ്പാലയെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല. കൽപ്പാല അത് പാറപ്പുറത്ത് മാത്രമുള്ളതാണ്. പിന്നെ ഞരനീണ്ട്, സർവ്വസുഗന്ധീരയിലുണ്ട്, രാമച്ചമ്പുല്ലുണ്ട്, ഞരങ്ങണമുണ്ട്, അങ്ങനെ കുറെ ഐറ്റം ഉണ്ട്. പിന്നെ എല്ലാം കൂടെ 9 ഐറ്റത്തില് തയ്യാറാക്കിയ വെള്ളമാണ്. ഇതിനകത്ത് വല്ല ഇട്ടിട്ടുണ്ടോ ചേട്ടാ? പിന്നെ അതിലിട്ടില്ല, പോകുന്നതേ ഉള്ളൂ. ഇല്ല, ഇതിലിപ്പോ ഉണക്ക നെല്ലിക്ക മാത്രമേ ഉള്ളൂ. നമ്മുടെ നാടൻ നെല്ലിക്ക ഉണക്കയുണ്ട്. ഉണക്ക നെല്ലിക്ക ഇടും. പിന്നെ എലൂറ്റി പട്ടയുണ്ട്. ഇതൊക്കെ ക്ഷീണം മാറാനായിട്ട് കൊടുക്കുന്നല്ലേ വെള്ളം. ഇതെല്ലാം കൂടിയിട്ടാണ് 9 ഐറ്റം മരുന്നിട്ടാണ് വെള്ളം തിളപ്പിക്കുന്നത്. വെള്ളം എവിടെ നിന്ന് കൊണ്ടുവരണം? വെള്ളം അപ്പുറത്ത് ഫ്രീ എന്ന് പറയും. ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇത് ഒരു ഗ്ലാസ് വെള്ളത്തിന് നമ്മൾ കൊടുത്ത 50 രൂപ കൊടുത്തപ്പോൾ അത് നമ്മളങ്ങനെ കൊടുക്കില്ല. ഇവിടെ ക്ഷേത്രത്തിൽ നമ്മൾ ഇവിടെ ഉത്സവം ജനങ്ങൾ കയറാൻ തുടങ്ങിയ ശേഷം അന്ന് തൊട്ട് ഇന്ന് വരെയും എല്ലാ വർഷവും ഫ്രീ ആയിട്ടാണ് മരുന്ന്. 1 കിലോമീറ്റർ ചുമന്നാണ് ഇവിടെ കൊണ്ടെത്തിക്കുന്നത് വെള്ളം. അല്ല, ഇവിടെ താമസം ഇവിടെ തന്നെയാ? ലാസ്റ്റ് കണ്ട വീട് അന്നീങ്കുളമൊക്കെ ഉള്ളത്. കണ്ടു. ശരിയല്ല, നമുക്കിനി കയറാം. എന്നെ കളഞ്ഞിട്ട് നിങ്ങൾ ഓടുന്നത് ഇവിടെ റെസ്റ്റ് എടുക്കാനാണോ? അല്ലാതെ എത്തുന്നുണ്ടോ നോക്കിയാണ്. അതെ, അവിടെ ഇരുന്നിരുന്നു. അതെ. വിശ്വാസം പിടിക്കണോ? ഫസ്റ്റ് ടൈമാണ് അല്ലേ? കേറി പറ്റി. എത്തിച്ചു. അതെ, പുണ്യസ്ഥലമാണ്. വീണ്ടും പറഞ്ഞു പോവുകയാണ്. ഭയഭക്തിയോടുകൂടെ കയറിയ നമ്മൾ ഒരു ക്ഷീണവും ഇല്ലാതെ അവിടെ എത്തിപ്പെടും. അതാണ് എല്ലാവരും വിശ്വാസങ്ങൾ അല്ലേ? അതെ. ഇനി നിങ്ങൾ നോക്കി ഞാൻ അപ്പുറത്ത് ഇരിക്കാം. അതെ.
അതെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇത് ഒരു പാർട്ട് കൊണ്ടൊന്നും തീരില്ല കേട്ടോ. അത്രമാത്രം കാര്യവിശേഷങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞു പോയാൽ അതിൻ്റെ ഒരു എന്ത് പറയാനാണ്, ബാക്കി കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ കാര്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ നിങ്ങളും ഇവിടെ കണ്ട രീതിയിലുള്ള ഫീലിങ്ങോടുകൂടെയുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു പോകണം കേട്ടോ. എനിക്ക് അതാണ് ഇഷ്ടം. എന്തായാലും 3/4 ഭാഗം എത്തിയിട്ടുണ്ട്. ഇനി ഈ കാട്ടുമക്കളുടെ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ, അവരെ വിശ്വാസങ്ങളെ ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും.